2017 പെരിന്തൽമണ്ണയാണ് ഞാനും കോ-ഫൗണ്ടറുള്ള ഡാനിഷും കൂടെ ഈ കമ്പനി ഫോം ചെയ്യുന്നത്. ഞങ്ങൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഓൺട്രപ്രണർഷിപ്പ് താല്പര്യപ്പെട്ടിട്ടായിരുന്നു മാസ്റ്റേഴ്സിൽ MBA ചെയ്ത്. അതിനുശേഷമാണ് ഇങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഗ്രാജുവേഷൻ സമയത്താണെങ്കിലും മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്താണെങ്കിലും എഡ്യൂക്കേഷൻ കൺസൾട്ടേഷൻ അന്നേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എസ്പെഷ്യലി നമ്മുടെ മലബാർ റീജിയനിലാണെങ്കിലും ഓൾ കേരള എടുക്കുകയാണെങ്കിലും അബ്രോഡ് എഡ്യൂക്കേഷൻ ആസ്പിരൻസ് കൂടുതലായിട്ടും ഉണ്ടാവുണ്ടായിരുന്നു. യൂഷ്വലി ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം അതർ സ്റ്റേറ്റ്സിലേക്ക് പോയിട്ട് മാസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ കുറച്ചും കൂടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോയിട്ട് അവരുടെ മാസ്റ്റേഴ്സ് ആണെങ്കിലും UG ആണെങ്കിലും ചെയ്യാന്നുള്ള ഇൻറ്റൻഷനിൽ ഒരുപാട് സ്റ്റുഡൻസ് മാർക്കറ്റിൽ അങ്ങനത്തെ ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലായിട്ട് അബ്രോഡ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ ഒരു കമ്പനി ഫോം ചെയ്യുക എന്നുള്ളതും ഞങ്ങളും തന്നെ ഗ്രാജുവേഷന് ശേഷം പുറത്ത് പോകണം എന്നുള്ളൊരു തോട്ടൊക്കെ ആ സമയത്ത് ഡിസ്കഷനിലുണ്ടായിരുന്നു. അപ്പോൾ ഒബിയസ്ലി ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ 12th കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് പുറത്ത് പോകണം എന്നുള്ള ഇൻറ്റൻഷൻ ഉണ്ടാകുന്ന സമയത്ത് അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് കൺസേൺസ് ഉണ്ട്. കാര്യം അതൊരു ചെറുതല്ലാത്തൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ റൈറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി, റൈറ്റ് ആയിട്ടുള്ള കോഴ്സ് ചൂസ് ചെയ്യുക, അതുപോലെ അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഫാമിലീൻ്റെ സൈഡിൽ നിന്നുള്ള കൺസേൺസ് ഉണ്ടാവും. ഇതിന് കാര്യമായിട്ട് അവർക്കൊരു ബെറ്റർ കൺസൾട്ടൻസിയിൽ എത്തിക്കഴിഞ്ഞാലാണ് ഇവർക്ക് ഇതിൻ്റെ ഒരു പ്രോപ്പർ ക്ലാരിറ്റി കിട്ടുക. അപ്പോൾ ആ ഒരു പെയിന് ഡെഫിനറ്റ്ലി നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള റീസൺ. 5-10 ഇയേഴ്സ് ബാക്ക് നിന്ന് നോക്കുന്ന സമയത്ത് എസ്പെഷ്യലി മലബാർ റീജിയനിൽ നിന്ന് മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരും അവരുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ GCCയിലേക്ക് ഫ്ലൈ ചെയ്യാന്നുള്ളൊരു ഇൻറ്റൻഷൻ ആയിരുന്നു മുമ്പുണ്ടായിരുന്നത്. കുറേ മുമ്പൊന്നും ഒരുപാട് എമൗണ്ട് എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളൊരു തോട്ടിലൊന്നും ആൾക്കാർ എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കാര്യം പല പേരൻസും അവരുടെ ചെറുപ്പകാലത്തിൽ പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റഡ് അല്ലാത്തതുകൊണ്ട് അവർ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസൊക്കെ ഇപ്പോൾ എൻ്റെ പേരൻ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ പേരൻസും മക്കളുടെ അടുത്ത് പറയുന്നുണ്ട്. എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന പിന്നെ ഈസിനെസ്സും കരിയർ ഗ്രോത്ത് പോലത്തെ കാര്യങ്ങൾ, അതുപോലെ അക്സെപ്റ്റൻസ് ആയിക്കോട്ടെ, വാട്ട് എവർ ഗ്ലോബലി ഒരു ജോബ് പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ GCC ആണെങ്കിൽ പോലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്ന ജോബും അല്ലാത്തൊരാൾക്ക് കിട്ടുന്ന ജോബും തമ്മിൽ വലിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വലിയ എമൗണ്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണെങ്കിലും ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ പോലത്തെ ഒരു കാര്യം ഇനീഷ്യേറ്റ് ചെയ്തിട്ട് പിന്നെ മക്കളെ പുറത്തോട്ട് പഠിക്കാൻ വിടുക എന്നുള്ളതൊക്കെ കൂടുതലായിട്ടും പാരൻസ് അതിലും ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയിരുന്നു ഈ പീരിയഡിലൊക്കെ. 2010 ശേഷമാണ് കുറച്ചും കൂടി അതിൽ ആൾക്കാർ ഒന്നും കൂടി ഇൻവെസ്റ്റ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്ത്. നമ്മൾ സൗത്ത് സൈഡിൽ നിന്ന് മുമ്പേ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് അബ്രോഡ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നുണ്ട്. അവരാദ്യമേ അതിനെപ്പറ്റി പ്രിപ്പയർഡ് ആണ്. പക്ഷേ നമ്മുടെ ഈ മലബാർ സൈഡിലൊക്കെ ആ സമയം നമ്മൾ പെരിന്തൽമണ്ണ എന്നുള്ള ലൊക്കേഷൻ ചൂസ് ചെയ്യാനുള്ള മെയിൻ ഒരു റീസൺ അതും കൂടിയാണ്. കൂടുതലായിട്ടുള്ള ആൾക്കാർ ആ സമയത്ത് മക്കളുടെ എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇത് മൊത്തമായിട്ട് അവരുടെ കയ്യിൽ പൈസ ചിലപ്പോൾ ഉണ്ടാവില്ല. അവർ പല സ്ഥലത്തു നിന്ന് അറേഞ്ച് ചെയ്തിട്ടാണെങ്കിലും ഇനിയിപ്പോൾ ലോണ് പോലത്തെ കാര്യങ്ങൾ നോക്കിയിട്ടാണെങ്കിലും അവർ ആ സമയത്ത് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നു. അതും കൂടി ഒരു മെയിൻ റീസൺ. അപ്പാർട്ട് ഫ്രം ഹോം ടൗൺ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇതൊരു മെയിൻ റീസണാണ്.